പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. സമരിയാക്കാരി സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടി. ആ യേശു അനുഭവം അവൾ ആ നഗരത്തിൽ പങ്കുവച്ചു. അനേകരെ അവൾ യേശുവിൻ്റെ സവിധത്തിലേക്ക് നയിക്കുന്ന ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതമായി സഹോദരിയുടെ ജീവിതം മാറി. ഇന്ന് സ്വന്തം ജീവിതാനുഭവത്തിലൂടെ യേശുവിനെ കണ്ടുമുട്ടി യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച സഹോദരി തുളസി മരിയ എന്ന സഹോദരിയാണ് തൻ്റെ ജീവിതാനുഭവം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ആ സഹോദരി ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഈശോയുടെ ഒപ്പം ഒരു ജീവിതം ആരംഭിച്ചതിൻ്റെ 17 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ കണ്ടുമുട്ടിയ ക്രിസ്തുവിനെ കുറിച്ച് നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുമ്പോൾ 2017 വർഷം കോടാനുകോടി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എൻ്റെ പേര് തുളസി മരിയ. എനിക്ക് ജീവിത പങ്കാളിയുണ്ട്, 2 കുട്ടികൾ. ഞങ്ങൾ ആ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. 17 വർഷമായി ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ട്. മൂത്തത് മോള്, ഇളയത് മോന്. എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതെന്ന് പറയാം. അപ്പസ്തോല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ 31-ാം തിരുവചനം പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. സഹോദരി സഹോദരങ്ങളെ, ഈ വചനം കേട്ടപ്പോൾ ഞാനും വിശ്വസിച്ചു. യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമല്ലോ എന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും യേശുവിൽ വിശ്വസിച്ചു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഈശോയെ അറിയാനുള്ള ഇടയായി. എങ്ങനെയാണെന്ന് പറയാം. എനിക്ക് രോഗമായിരുന്നു. രോഗമെന്ന് പറയുമ്പോൾ എനിക്ക് തലവേദനയായിരുന്നു. ഒത്തിരി മരുന്നുകൾ കഴിച്ചു. എൻ്റെ രോഗത്തിനൊരു കുറവുമുണ്ടായില്ല. ഡോക്ടർമാർ പറഞ്ഞത്രയും നാളുകൾ മരുന്നുകൾ കഴിച്ചു. പക്ഷേ രോഗം പഴയതിൽ മൂർച്ഛിക്കുകയാണ് ചെയ്തത്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് രക്തസ്രാവക്കാരി സ്ത്രീയുടെ അവസ്ഥ. 12 വർഷമായി രക്തസ്രാവത്തിൽ മുഴുകിയിരിക്കുന്ന ആ സ്ത്രീ പല വൈദ്യന്മാരുടെ അടുക്കൽ കടന്നു ചെന്നു. അവിടെയൊന്നും സൗഖ്യം കിട്ടിയില്ല. കയ്യിലുള്ള പണമെല്ലാം തീർന്നു, എങ്കിലും ഒന്നും സൗഖ്യം കിട്ടിയില്ല. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകുമെന്ന് ആ മകൾ വിശ്വസിച്ചു. അങ്ങനെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു, സൗഖ്യമുണ്ടായി. അങ്ങനെ എനിക്ക് ഈ രോഗാവസ്ഥയിൽ ഡോക്ടർമാരൊക്കെ പറഞ്ഞ നാളുകൾ മരുന്ന് കഴിച്ചു. പക്ഷേ എൻ്റെ രോഗത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല. ഞാൻ ഒത്തിരി നിരാശപ്പെട്ട് ദുഃഖിച്ച് തളർന്ന് ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരമ്മച്ചിയിലൂടെ, എന്നും വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരമ്മച്ചിയിലൂടെ നല്ലവനായ ദൈവം പോട്ടെ ആശ്രമത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം അവിടുന്ന് വഴിയൊരുക്കി. അങ്ങനെ ആ ഒരു 1 ഡേ പ്രോഗ്രാമിൽ കടന്നു വരികയും അവിടെ വെച്ച് എൻ്റെ പേര് ചൊല്ലിക്കൊണ്ട് ഈ ഒരച്ഛനിലൂടെ, നായ്ക്കമ്പറമ്പിൽ അച്ഛനിലൂടെ എൻ്റെ പേര് ചൊല്ലി വിളിക്കുകയാണ് ഉണ്ടായത്. തുളസി എന്ന് പറഞ്ഞ് വേദനിച്ച് കൈക്കുഞ്ഞുമായി കടന്നു വന്നിരിക്കുന്ന രോഗിയായ മകളെ ഇതാ കർത്താവ് തൊടുന്നു എന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഞാനും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന ഞങ്ങളുടെ ആ ക്രൈസ്തവ കുടുംബം ഒരു തെങ്ങിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് വളരെ ദൂരെയാ ആൾത്താര. ആ ആൾത്താരയിൽ നിന്ന് ഈശോ നടന്നിറങ്ങി നടുവിലൂടെ എൻ്റെ അടുക്കിലേക്ക് ഈശോ കടന്നു വരുന്ന ഒരു ഭാഗമായി എനിക്ക് കാണാൻ പറ്റുന്നു. ഈശോയുടെ ഒരു കയ്യിൽ വളഞ്ഞ ഒരു വടിയുമുണ്ട്. ഈശോ അങ്ങനെ നടന്നിറങ്ങി
എൻ്റെ ശിരസിലേക്ക് അടുത്തു വന്ന് എൻ്റെ ശിരസിൽ സ്പർശിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ സമയത്ത് എന്നിൽ നിന്ന് എന്തോ ഒരു ശക്തി അകന്നു പോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി. ഒരു വലിയ ശക്തി നിറഞ്ഞു, പ്രകാശം നിറഞ്ഞു. അവിടെ വെച്ച് എൻ്റെ നല്ലവനായി ദൈവം, ഇന്നും ജീവിക്കുന്ന ഈശോ എനിക്ക് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന്, ഞാനും എൻ്റെ കുടുംബവും അവരോടൊപ്പം കടന്നു പോകുമ്പോൾ വലിയ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും കടന്നുപോയി. ഞാൻ ഓർത്തു, ഇനി എനിക്ക് ജീവിതമില്ല, എൻ്റെ ജീവിതം ഇവിടെ തീരുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. ഡോക്ടർമാർ പറഞ്ഞിട്ടല്ല കേട്ടോ, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. എന്നാൽ എനിക്ക് അവിടുന്ന് പറയാൻ പറ്റും, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനം പറയുക, അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന്. ഇന്ന് എനിക്ക് പറയാൻ പറ്റും നിങ്ങളുടെ മുൻപിൽ, പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്നതെല്ലാം, രോഗങ്ങളും തകർച്ചകളും എല്ലാം അത് ഇന്ന് നന്മയ്ക്കായിട്ട് മാറ്റിയെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരങ്ങളായി എന്ന് ഞാനും കുടുംബവും പറയുക. ഞങ്ങളുടെ ദുരിതങ്ങൾ, രോഗപീഠകൾ, തകർച്ചകളെല്ലാം നല്ലവനായ ദൈവം ഇന്ന് നല്ലതിനാക്കി മാറ്റിയിരിക്കുക. കാരണം ഇന്ന് ജീവിക്കുന്ന ഈശോയെ അറിയുവാനും സ്വന്തമാക്കാനും ഉള്ള വലിയ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവിടെ ദീപം തെളിച്ചത് ഇപ്രകാരമാ. എൻ്റെ ഭർത്താവ് പറഞ്ഞു, നമുക്കിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാമെന്ന്. യേശുനാമത്തിൽ കൊളുത്തി ഈ ദീപം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അത്രയേ പറയാൻ അറിയത്തുള്ളൂ സഹോദരങ്ങളെ. ഇതാ നാളുകൾക്ക് മുമ്പ് യേശുനാമത്തിൽ കൊളുത്തിയ ദീപനാളം ഇന്നും കെടാത്ത അഗ്നിനാളമായി ഇന്നും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ കുടുംബത്തിൽ. ഹല്ലേലൂയ. സഹനത്തിൻ്റെ തീച്ചുളകളിലൂടെ കടന്നുപോയെങ്കിലും ഇതാ ആ വിശ്വാസം വർദ്ധിക്കുക ചെയ്തത്. ഇനി ഇങ്ങനെ ഞങ്ങൾ ഒരു 2-3 പ്രാവശ്യം പോട്ടയാശ്രമത്തിലേക്ക് കടന്നു വന്നു. പല പ്രാവശ്യവും കടന്നു വന്നപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? അവിടെ ഒരു ഞങ്ങളെപ്പോലുള്ള ഒരു ചേച്ചി അവിടെ സാക്ഷ്യം പറയുന്നത് കേട്ടു. എന്താണെന്ന് അറിയാമോ? ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ മനസ്സിലേക്കൊരു ആഗ്രഹം കടന്നു വന്നു. ഈ ചേച്ചി പറയുന്നത് പോലെ ഈശോയെ അനേകായിരങ്ങളുടെ മുൻപിൽ എനിക്കും ഏറ്റുപറയണമെന്നുള്ള വലിയൊരു ദാഹമാ നല്ലവനായ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഈശോ എന്നെ എടുത്തു ഉപയോഗിക്കുകയായിരുന്നു. എനിക്ക് പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള മറ്റ് കഴിവുകളൊന്നുമില്ല, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നാൽ അവിടുന്ന് എനിക്ക് ജെറമിയ 32:27 പറയുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല എൻ്റെ മക്കളെ എന്ന്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാ നല്ലവനായ ദൈവം അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഇരിക്കുക. ഇനി ഈശോയ്ക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. പല കാര്യങ്ങളും തീരുമാനമെടുത്തു. ഇനി ദൈവത്തിന് വേണ്ടിയാ ജീവിക്കുന്നത്. ഈ ജീവിക്കാൻ തന്നെ ഈ ജീവിതം കൊണ്ട് ദൈവത്തിന് കാഴ്ചവെച്ച് ദൈവമഹത്വത്തിനായിട്ട് ഞങ്ങൾ സമർപ്പിച്ചു. അങ്ങനെ അതിനുശേഷം തൊടുപുഴയ്ക്കടുത്ത് ഏഴുമുട്ടം എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് പോയത് എങ്ങനെയാണെന്ന് പറയാം. ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ സ്വപ്നം കണ്ടു. അവിടെ നിന്ന്, അത് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ട്, അവിടെ നിന്ന് 700 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. ആ മാതാവ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം സ്വപ്നം കണ്ടത്. അങ്ങനെ മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ വലതു കൈയെ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിട്ടും ആ കെട്ടിടങ്ങളും ദേവാലയങ്ങളും എല്ലാം കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ അവിടേക്ക് കാണാൻ പറ്റി. അതിനുശേഷം പിറ്റേ ദിവസം ശനിയാഴ്ച. അപ്പോൾ എനിക്കൊരു വലിയൊരു ആഗ്രഹം, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. അന്ന് പരിശുദ്ധാത്മാവാണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് അതിയായ പ്രേരണ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ വൺ ഡേ പ്രോഗ്രാമ ശനിയാഴ്ച കൺവെൻഷന്, അനേകം വലിയൊരു കൺവെൻഷന്. അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും പുറകുവശത്തായിട്ടാണ് എനിക്കിരിക്കാനായിട്ട് സ്ഥലം കിട്ടിയത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ ഇന്നലെ വീട്ടിലേക്ക് കടന്നു വന്ന ആ മാതാവിൻ്റെ രൂപം എനിക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ അവിടെ ഇരുന്ന് വചനപ്രഘോഷണ അച്ഛൻ ഏതാണെന്നറിയാമോ? അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ അച്ഛനായിരുന്നു അവിടുത്തെ ഡയറക്ടർ അച്ഛൻ അന്ന്. അങ്ങനെ അച്ഛൻ്റെ വചനപ്രഘോഷണം കേട്ടു. വചനപ്രഘോഷണത്തിൽ
എൻ്റെ ജീവിതത്തെ കർത്താവ് സ്പർശിച്ചു. എനിക്ക് ഭയമുണ്ടായിരുന്നു, ഇരുട്ടിനെ ഭയമായിരുന്നു. മരിച്ചെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തേക്ക് പോലും പോകത്തില്ലായിരുന്നു. അച്ഛനവിടെ പങ്കുവച്ച വചനം ഷദ്രാഖ്, മേശക്, അബദ്നഗോ എന്ന 3 യുവാക്കളെ തീച്ചൂളയിലേക്ക് എറിയുന്ന ആ സംഭവം അച്ഛൻ അവിടെ വിവരിച്ചുകൊണ്ടിരുന്ന ആ വചനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്, അവരോട് രാജാവ് കൽപ്പിക്കുക, നിങ്ങളെ 49 മുഴം തീ ആളിക്കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ പോകുക, എൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞു. അവരുടെ മനോഭാവമായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്. അവർ പറഞ്ഞു, ഏത് എരിയുന്ന തീച്ചൂളയിൽ നിന്ന് പോലും രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവമെന്ന് അവരവിടെ പ്രഖ്യാപിക്കുക ചെയ്തത്. അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ശക്തി വന്ന് അടിക്കുന്ന പോലെ ഒരനുഭവം ഉണ്ടായി. എൻ്റെ ഭയം വിട്ടുമാറി. ഇരുട്ടിനെ ഭയമായിരുന്നു, മരണഭയമായിരുന്നു. മരിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഭാഗത്തേക്ക് പോലും ഞാൻ പോകാറില്ല. അതെല്ലാം മാറി. എനിക്കൊരു വലിയ ശക്തിയും ബലവും ഉണർവും ഉന്മേഷവും നല്ലൊരു വ്യക്തിത്വമുള്ള വ്യക്തിയായിട്ട് മാറി. എന്നിൽ നിന്ന് ആ ഭയം വിട്ടുമാറിയപ്പോൾ. ഹല്ലേലൂയ. അതിനുശേഷം വീണ്ടും ഞങ്ങളിങ്ങനെ ഇതേ വിശ്വാസത്തിൽ തന്നെ പോകുക എന്ന് മാത്രമാണ് വിശ്വസിച്ചിരുന്നത്. അതിനുശേഷം അവിടെ ഈ വൺ ഡേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വിശുദ്ധ ബലി തുടങ്ങുക. അപ്പോൾ ഞാൻ ഏറ്റവും പുറകുവശത്തായിട്ടാണ് നിന്നിരുന്നത്. കുറേ മക്കളൊക്കെ കുർബാന കൂടാത്തവർ പുറത്തേക്ക് കടന്നുപോയി. അപ്പോൾ എൻ്റെ 2 തോളിലും പിടിച്ച് ആരോ ഇങ്ങനെ ഉന്തി കൊണ്ടുവന്ന് അൾത്താരയുടെ തൊട്ടു മുമ്പിലായിട്ട് നിർത്തുന്ന ഒരനുഭവമായിരുന്നു. അവിടെ നിർത്തിയപ്പോൾ ഞാൻ മാറാൻ നോക്കി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിശുദ്ധ കുർബാന കാണാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് മാറാൻ നോക്കിയിട്ട് ഒരു ശക്തി എന്നെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് നിൽക്കുക. അപ്പം ഞാനിങ്ങനെ അടുത്തുള്ളവരെയൊക്കെ നോക്കിയപ്പോൾ അത് അവർ ചെയ്യുന്ന പോലെ ചെയ്യാമെന്ന് കരുതി ഞാൻ അങ്ങനെ നോക്കി, ഒക്കെ കണ്ണു തുറന്നൊക്കെ പിടിച്ച് അൾത്താരയിലേക്കൊക്കെ നോക്കി, എല്ലാം 4 വശവും നോക്കി കാണുക. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ വിശുദ്ധ ബലിയുടെ പ്രാരംഭ ഗാനം ഗായകൻ്റെ അധരത്തിലൂടെ അടർന്നു വീണു. അൾത്താരയിൽ ആത്മ ബലിയായി. ഈ ഗാനമായിരുന്നു ഗായകൻ്റെ അധരത്തിലൂടെ അടർന്നു വീണത്. ഈ ഗാനം കേട്ടപ്പോൾ എൻ്റെ 2 കണ്ണുകളും അങ്ങ് അടഞ്ഞുപോയി. എനിക്കപ്പോൾ കാണാൻ പറ്റുന്നത് ഈശോ അതിമനോഹരമായ ബലി വസ്ത്രങ്ങൾ അണിഞ്ഞ് അൾത്താരയുടെ വലതുഭാഗത്തുള്ള വെള്ള സ്റ്റെപ്പ്, ഉയരങ്ങളിൽ നിന്ന് വെള്ള സ്റ്റെപ്പ് ഈ അൾത്താരയിലേക്ക് ഇങ്ങനെയുണ്ട്. എനിക്ക് ദർശനത്തിൽ കാണാൻ പറ്റിയതാ. ഇതാ ഈശോ ഉയരങ്ങളിൽ നിന്ന് വെള്ള സ്റ്റെപ്പിലൂടെ നടന്നിറങ്ങി വന്ന് ഈ ബലിപീഠത്തിൻ്റെ അടുക്കലേക്ക് ഈശോ ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും മാലാഖമാര് പല നിരകളായിട്ട് അൾത്താരയ്ക്ക് ചുറ്റിലും നിരന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. മാലാഖമാരുടെ മുഖം അത്ര സന്തോഷപ്രദമാ, നിർമ്മലത്വ. നമുക്കത് കാണുമ്പോൾ നമുക്കും അതുപോലുള്ള ഒരു അനുഭവം, ഹൃദയത്തിൽ ഇങ്ങനെ സന്തോഷം തുടിക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നു. വീണ്ടും കാണാൻ പറ്റുക പരിശുദ്ധ അമ്മ തലയിൽ ഇങ്ങനെ മുണ്ടക്കിയിട്ട് കരങ്ങൾ കൂപ്പി പിടിച്ച് ബലിപീഠത്തിൻ്റെ വലതുവശത്തായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുക. എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്ന പോലെ മാതാവ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റി. അമ്മ നിൽക്കുന്നത് കണ്ടാൽ നമുക്കും അതുപോലെ ഒരു ഭക്തി നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെ നിൽക്കാൻ പറ്റുക. വീണ്ടും കുറേ സമയം കൂടി കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുക ആ കാസയിൽ 1/2 ഭാഗത്തോളം ഞുറുക്ക് കഷ്ണങ്ങളായിട്ട് മാംസ കഷ്ണങ്ങൾ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 1/2 ഭാഗത്തോളം ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? വെറും ഒരു മാംസ കഷ്ണമല്ല സഹോദരങ്ങളെ, ആ ഓരോ മാംസ കഷ്ണത്തിലും ജീവൻ്റെ തുടിപ്പ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് ചലിച്ചുകൊണ്ടിരിക്കുക, വിറച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ അതിനുശേഷം എനിക്ക് അതേ കാസയിൽ 1/4 ഭാഗത്തോളം രക്തം കിടക്കുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ എന്നോട് ആരോ പറയുന്ന ഒരനുഭവം, ഇത് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണെന്ന് പറയുന്ന ഒരനുഭവം കേൾക്കുക ചെയ്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെയാണ് നിന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ദൈവാനുഭൂതിയിലേക്ക് നല്ലവനായി ദൈവം എന്നെ നയിച്ചു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, കുമ്പസാരിച്ചൊരുങ്ങിയവർ മാത്രം
ക്രൈസ്തവരായിട്ടുള്ള മക്കൾ ഇവിടെ ലൈനായിട്ട് വരിക, ക്രൈസ്തവരായിട്ടുള്ള മക്കൾ മാറി നിൽക്കുക. ഞാൻ അവിടെ നിന്ന് മാറി പുറകോട്ട് മാറി ഒരു തിട്ട പോലെയുള്ള സ്ഥലമുണ്ട്. അവിടെ ചേർന്നിരിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ഞാൻ ആഴങ്ങളിലേക്ക് ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഈ തിരുവോസ്തി എൻ്റെ നാവിലേക്ക് ഒരു വഴുക്കലോടുകൂടി കടന്നു വരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ഒരു കറണ്ട് അടിക്കുമ്പോൾ ഉള്ള അനുഭവം എങ്ങനെയാണ്, അതുപോലെയുള്ള ഒരനുഭവമായിരുന്നു. അതിലൂടെ നല്ലവനായ ദൈവം എനിക്ക് തന്നത്, ആ സമയം തൊട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നു ഈ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ് നല്ലവനായ ദൈവം എനിക്ക് ഇട്ട് തന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറി തീർന്നു കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ അടുത്ത് പോയി നന്ദിയൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിൽ കടന്നു വന്നപ്പോൾ മക്കൾ ചോദിച്ചു, മാതാവ് എന്നാ പറഞ്ഞേ അമ്മയെന്ന്. അപ്പോൾ എനിക്ക് അൾത്താരയിൽ ആത്മബലിയായി അങ്ങനെ ആ ഗാനം പാടാനൊക്കെയുള്ള കൃപ തന്ന് അനുഗ്രഹിച്ചു. വീട്ടിലൊരു പുതിയ പന്തക്കുസ്ത അനുഭവമായിരുന്നു സഹോദരങ്ങളെ. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം അടുത്ത ശനിയാഴ്ച ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ കടന്നു ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒരാഴ്ചകളിൽ കടന്നു ചെന്ന് വൺ ഡേ പ്രോഗ്രാമിന് കൂടുകയും അച്ഛനെ കണ്ട് പരിചയപ്പെടുകയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയും ചെയ്തു. എനിക്ക് കിട്ടിയ അതേ ആഗ്രഹം തന്നെ ജീവിത പങ്കാളിക്കും മക്കൾക്ക് രണ്ടുപേർക്കും, കൊച്ചുമക്കളാണ്, അവർക്ക് രണ്ടുപേർക്കും കിട്ടി. യേശുവിനെ സ്വീകരിക്കണം, തിരുശരീരം സ്വീകരിക്കണം, തിരുരക്തം സ്വീകരിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് ഞങ്ങളുടെ കൊച്ചു ഹൃദയത്തിലേക്ക് നല്ലവനായ ദൈവം ഇട്ട് തന്നത്. ആരുടെയും ഒരു പ്രേരണയാലല്ല, എൻ്റെയും കുടുംബത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ദൈവം തന്ന ആ പ്രേരണയാൽ ഞാനും കുടുംബവും ഇന്ന് 17 വർഷമായി പാലാ രൂപതയിൽ തോമസ് വെടിക്കുന്നേൽ അച്ഛനിലൂടെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച് തിരുസഭയാകുന്ന തറവാട്ടു കുടുംബത്തിലെ അംഗമാകാനുള്ള വലിയ സൗഭാഗ്യം തന്ന് നല്ലവനായ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരുടെയും ഒരു പ്രേരണയാലല്ല സഹോദരങ്ങളെ. വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ പാലാ രൂപതയിലേക്ക് കടന്നുപോയി. ഏഴുമുട്ടത്ത് തന്നെ നിന്നു പ്രാർത്ഥിച്ചു. അവിടെ ഇല്ലാത്ത സമയങ്ങളിൽ ഏഴുമുട്ട പാലാ രൂപതയിൽ രവി തോമസ് എന്ന് പറഞ്ഞ ആ സഹോദരനിലൂടെ അവിടേക്ക് കടന്നു പോവുകയും ആ രൂപതയോട് ചേർന്ന് കുര്യൻ മറ്റത്തിൽ അച്ഛനോട് ചേർന്ന് അവിടെ 5 വർഷക്കാലം പ്രവർത്തിക്കുകയും ചെയ്തു. വചന ശുശ്രൂഷയിലും കൗൺസിലിംഗ് ശുശ്രൂഷയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും എല്ലാം അച്ഛനോടൊപ്പം ചേർന്ന് രവി തോമസിനോട് ഞങ്ങളുടെ 2 കുടുംബങ്ങളും ഒന്നിച്ച് അവിടെ പ്രവർത്തിക്കുകയും കൂടുതൽ ആത്മീയ ഉത്കൃഷ്ടത്തിന് അത് ഇടയാക്കുകയും ആത്മീയ തീക്ഷ്ണതയാൽ ഹൃദയങ്ങളിൽ ജ്വലിക്കുക. അങ്ങനെ ആ രൂപതയിൽ കൺവെൻഷൻ, നിരവധി കൺവെൻഷൻ മേഖലയിൽ, അതുപോലെ തന്നെ ഒത്തിരി ഇടവകളിലൂടെ യുവജനങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഡോക്ടേഴ്സ്, എൻജിനീയർമാർ, അങ്ങനെയുള്ള നേഴ്സുമാർ, അങ്ങനെയുള്ള യുവജനങ്ങളുടെ ഇടയിൽ ഒത്തിരി നന്നായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. വീണ്ടും അച്ഛനിലൂടെ നാഷണൽ കൺവെൻഷനിലേക്ക് കുര്യൻ മറ്റത്തിൽ അച്ഛനിലൂടെ ആ ടീമിനോടൊപ്പം ചേർന്ന് നാഷണൽ കൺവെൻഷനിലേക്ക് പോകാനും അങ്ങനെ കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനുമുള്ള വലിയ കൃപ തന്ന് നല്ലവനായ ദൈവം അവിടുന്ന് അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുപോലെ തന്നെ ഒരു ദിവസം എനിക്കിങ്ങനെ ഒരു പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നി, നിരാശ തോന്നി, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ ഭർത്താവ് വിളിച്ചു പറഞ്ഞു, പള്ളിക്കുന്നൽ അച്ഛനോട് പറഞ്ഞു, അഗസ്റ്റിൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അനുഗ്രഹമൊക്കെ പോയെന്ന് ഒന്നും അറിയത്തില്ല, അന്നൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ എല്ലാവരും കൂടി. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, തലേ തൊട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ അനുഗ്രഹം ഏറ്റുവാങ്ങി ഞങ്ങളുടെ മുറിയിലേക്ക് ഒരു ഇടനാഴിയിലൂടെ പോകുക. അങ്ങനെ പോകുമ്പോൾ ഒരു സ്വരം കേട്ടു, പ്രഭാഷകൻ 39:13, 14 വചനം ഇങ്ങനെ കേൾക്കുക. ഇതിങ്ങനെ പറയുന്നതായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് എന്നാണെന്നും എനിക്ക് ബൈബിളൊന്നും അറിയത്തില്ല, പ്രഭാഷകൻ എങ്ങനെ ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് മുറി ചെന്നിട്ട് ഇത് ഞാൻ ബൈബിളെടുത്ത് തുറന്ന് നോക്കി കണ്ടുപിടിച്ചു. പ്രഭാഷകൻ 39 കണ്ടുപിടിച്ചു, 13, 14 കണ്ടുപിടിച്ചു. ആ വചനം ഇപ്രകാരമായിരുന്നു: അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മൊട്ടിടുവേൻ, കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുവേൻ,
ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിനെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ കരുത്തേകിയ ഒരു വചനമായിരുന്നു. അതേക്കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ എഴുതാനും നല്ലൊരു ഉണർവും ശക്തിയും അഭിഷേകവും ഒരു പുതിയ ബോധ്യങ്ങൾ കിട്ടി. ശുശ്രൂഷയ്ക്ക് നല്ലൊരു അടുക്കും ചിട്ടയും കിട്ടി. അതുപോലെ തന്നെ ദൈവികമായ ഒരു ജ്ഞാനാഭിഷേകം കിട്ടി. കൂടുതൽ സ്വർഗത്തെ നോക്കി, സ്വർഗത്തെ ലക്ഷ്യമാക്കി നടക്കുവാനുള്ള, ജീവിക്കുവാനുള്ള, ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തെ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവമഹത്വത്തിനായിട്ട് എൻ്റെ ശുശ്രൂഷകളെല്ലാം സമർപ്പിക്കുവാനുള്ള, കുടുംബത്തെ സമർപ്പിക്കുവാനുള്ള, അങ്ങനെ പുതിയ പുതിയ ബോധ്യങ്ങൾ തന്ന് ദൈവം അതിലൂടെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള വലിയ ആഗ്രഹവും തീഷ്ണതയാ. അപ്പോൾ എനിക്ക് പ്രസംഗചാതുര്യം തരണമേ, വാക്ചാതുര്യം തരണമേ, അനേകരുടെ മുൻപിൽ ഈശോയെ ഏറ്റുപറയാനുള്ള അഭിഷേകം എനിക്ക് തരണമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈശോയോട് ചോദിച്ചു, ഈശോയെ, കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ദേവാലയങ്ങളിൽ പോകുമായിരുന്നു, കുർബാന കാണാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെ കാണാനായിട്ട് ഫസ്റ്റിലെ ആദ്യ ദിവസം ഞാൻ ഇടവക ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു സഹോദരങ്ങളെ. ഞാൻ ആനവാതൊക്കെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈശോ ബലിപീഠത്തിൻ്റെ അടുക്കൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റി. മാലാഖമാരുണ്ട്. അതിനൊക്കെ ശേഷം ഇങ്ങനെ ഈശോ നടന്നിറങ്ങി വന്ന് എല്ലാവരുടെയും ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് കാണാൻ പറ്റി. തൊണ്ടയിൽ ടോൺസിൽ പഴുത്തിരിക്കുന്ന ഒരു ചേച്ചിയുടെ രോഗങ്ങളെല്ലാം മാറ്റി. അങ്ങനെ ഒത്തിരി ദൃശ്യങ്ങൾ എനിക്കവിടെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ അന്നത്തെ കുർബാന വിശുദ്ധ ബലിയിൽ നിൽക്കുമ്പോൾ എനിക്ക് കുർബാന കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈശോയുടെ ക്രൂശിത രൂപം കിടപ്പുണ്ട്. സക്രാരിയുടെ മുകളിലായിട്ട് വലിയൊരു ക്രൂശിത രൂപം. ആ ഈശോയിൽ നിന്ന് ഒരു ചെറിയ മുഴുപ്പിലുള്ള എന്തോ ഒരു ശക്തി എൻ്റെ ഈ വലത് കൈയിലേക്ക് കടന്നു വന്നു. അങ്ങനെ വലത് കൈയിൽ ഞാൻ കൊന്ത പിടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിലേക്ക് കടന്നു വരികയും ആ കൈ നിറച്ച് സോപ്പും പറുന്ന പോലെ ആ കൈപ്പത്തി മുഴുവനും നിറഞ്ഞു. കയ്യിലിരുന്ന കൊന്തയിൽ നിറഞ്ഞു. അത് വലിയ നല്ല സുഗന്ധാഭിഷേകം തന്നു. അടയാളം ചോദിച്ചത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് സ്വീകരിക്കണം, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ പല അടയാളങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് ഈശോയെ സ്വീകരിച്ചറിഞ്ഞത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ അച്ഛൻ മരിച്ചുപോയി. ഇപ്പോൾ ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ജോർജി പള്ളിക്കുന്നേൽ അച്ഛനാണ്. അച്ഛൻ്റെ ടീമിൻ്റെ കൂടെ ഞാനും കുടുംബവും ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. പ്രീച്ചിങ്ങിനും കൗൺസിലിങ് അതിലെല്ലാം അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മോൾക്ക് പഠിക്കാനായിട്ട്, മക്കൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ പഠിക്കാനൊന്നും ആയിരുന്നില്ല. എന്നാൽ അവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചപ്പോൾ നിയോഗങ്ങൾ വെക്കും. അങ്ങനെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പഠന മേഖലയിൽ നന്നായിട്ട് മുന്നേറാനായിട്ടുള്ള കൃപ തന്ന് ദൈവം അനുഗ്രഹിച്ചു. പഠിക്കുമ്പോൾ മോൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പേന വെഞ്ചിരിച്ച് മേടിക്കും. അതുപോലെ തന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച അനുഗ്രഹവും മേടിച്ച് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. ആ പരീക്ഷ സമയങ്ങളിലെല്ലാം 6-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നാണ് ആദ്യമായിട്ട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാനായിട്ട് തുടങ്ങിയത്. അന്ന് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതമുണ്ടായി. പരീക്ഷയുടെ തലേന്ന് ഒന്നെങ്കിൽ പറഞ്ഞു കൊടുക്കും, നാളെ വരുന്ന ചോദ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന പേജിൽ ഇത്രാമത്തെ ചോദ്യം അങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരനുഭവം മോളുടെ ജീവിതത്തിലുണ്ടായി. വീണ്ടും അതും അല്ലെങ്കിൽ കരം ഈ മോളുടെ കരത്തിൻ്റെ മുകളിൽ മറ്റൊരു കരം പിടിച്ച് എഴുതിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലാസ്സിൽ 3 അവാർഡ് വാങ്ങിച്ച കടന്നു പോകുന്ന എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള കൃപ തന്നു. അന്ന് തൊട്ട് അവിടെ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷമായിരുന്നു പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ മക്കളെ 2 പേരും സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ് പഠിച്ചു തുടങ്ങി. അത് നല്ലൊരു അടിത്തറയിട്ട് നല്ലവരായ സിസ്റ്റേഴ്സ്
നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള സിസ്റ്റേഴ്സ് നന്നായിട്ട് ആ ക്രൈസ്തവ ജീവിതത്തിൽ നല്ല മൂല്യം കൊടുത്തുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല ബോധ്യങ്ങൾ കൊടുത്ത് നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റും, നന്നായിട്ട് ആ മക്കളെ തന്നെ പരിപാലിച്ചു. അതുപോലെ തന്നെ വീണ്ടും SSLCക്ക് നല്ല മാർക്ക് കിട്ടി, +2 നല്ല മാർക്ക് കിട്ടി. ഈശോയോട് ചോദിച്ച് പറഞ്ഞ് എഴുതാൻ തക്ക വിധത്തിലുള്ള ഒരു കൃപ കൊടുത്ത്, ഈശോയെ ഇതിൻ്റെ ഉത്തരം ഒന്ന് പറയാമോ എന്ന് ചോദിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. വീണ്ടും മക്കളെ രണ്ടുപേരെയും എന്നും വചനം വായിപ്പിക്കും. അതുപോലെ തന്നെ പഠിക്കാനുള്ള വചനങ്ങൾ യോഹന്നാൻ 14:26, ജോർഷുവയുടെ 1:5 തൊട്ട് 10 വരെ, സങ്കീർത്തനം 23:1, ജെറമിയ 32:27, ഫിലിപ്പി 4:19, ലൂക്ക 1:37, യെശയ്യാ 45:2. ഈ വചനങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ട് അതെന്നും അവർ സ്കൂളിൽ പോകുമ്പോൾ ഈ വചനങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം, മാതാവിനോടും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്നും അവരുടെ ജീവിതത്തിലേക്ക് കൊടുത്തത് വചനം വായിക്കുന്ന ഒരനുഭവം. വചനം വായിക്കണമെന്ന് പറഞ്ഞ് എന്നും വചനം വായിക്കുന്ന ഒരനുഭവം ഉണ്ടായി. ബുദ്ധി പ്രകാശിച്ചു, മനസ്സ് ശക്തിപ്പെട്ടു, ദൈവിക ജ്ഞാനം നിറഞ്ഞു. അങ്ങനെ ആ പഠന മേഖലയിൽ +2 നല്ല വിജയശതമാനമുണ്ടായി. BSc നേഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ ആ സ്ഥാപനം തുടങ്ങിയ പിന്നെ അത്രയും നല്ലൊരു മാർക്ക് കിട്ടിയിട്ടില്ല. നല്ലൊരു മാർക്ക് വാങ്ങിച്ച് അവിടെ നിന്ന് കടന്നു പോരാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ എക്സാമിനും പേന വെഞ്ചിരിച്ച്, വെള്ളമൊക്കെ വെഞ്ചിരിച്ച് ആ ടെൻഷനൊക്കെ മാറാൻ തക്ക വിധത്തിൽ ഒരു ശാന്തതയും സമാധാനവും സ്നേഹവും സന്തോഷവും, പഠനത്തിൻ്റെ ഭാരം വിട്ടുപോകാൻ അങ്ങനെ പ്രാർത്ഥിച്ചു വന്ന് പരീക്ഷ എഴുതുമായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ IELTS എക്സാമിന് മക്കളല്ല പ്രാർത്ഥിച്ചത്, ഞാൻ ചെന്ന് അച്ഛനോട്, ജോർജ് അച്ഛൻ്റെ കയ്യിൽ പെൻസിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛാ ഇത് അവർക്ക് IELTS എഴുതാനുള്ളതാ, പ്രാർത്ഥിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് വെള്ളവും വെഞ്ചിരിച്ച് കൊണ്ടുവന്ന് ഞാൻ ബാംഗ്ലൂർ കൊണ്ട് കൊടുത്തപ്പോൾ അതും കൊണ്ട് പരീക്ഷ എഴുതി ഉന്നത വിജയം കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിഷയത്തിന് 2 മക്കൾക്കും നല്ല പരിജ്ഞാനം കൊടുത്ത് നല്ലവനായ ദൈവം അവരുടെ ബുദ്ധിയിലുള്ള കാര്യങ്ങളല്ല, ദൈവം ആ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യാനും എടുക്കാനും പ്രവർത്തിക്കാനും പഠനത്തിന് നല്ലൊരു അടുക്കും ചിട്ടയും കൊടുത്തു എന്നുള്ളതാണ്. മോൻ അതുപോലെ തന്നെ SSLCക്ക് ആ വിഷയത്തിന് മാർക്ക് കുറഞ്ഞു പോകും എന്ന് പറഞ്ഞിരുന്ന ആ വിഷയത്തിന് ഏറ്റവും നല്ലതായിട്ട് മാർക്ക് കിട്ടി. പൈങ്ങോട്ടൂർ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്ന 2 മക്കൾ. ആ സ്കൂളിലെ നല്ല സിസ്റ്റേഴ്സ്, ജ്യോതി സിസ്റ്റർ, ലിജിയ സിസ്റ്ററൊക്കെ നന്നായിട്ട് കുട്ടികളെ കെയർ ചെയ്തിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ അവിടെ നിന്ന് നല്ല മാർക്കോടെ മക്കൾക്ക് വിജയിച്ചു പോരാനായിട്ടുള്ള കൃപ നല്ലവനായ ദൈവം തന്ന് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. യേശു 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവരി കുരിശിൽ 3 ആണികളിൽ പിടഞ്ഞ് നമുക്കുടെ പാവങ്ങളെല്ലാം ഏറ്റെടുത്ത് പകരക്കാരനായി മരിച്ചുപോയി. കല്ലറയിൽ അടക്കപ്പെട്ടു. കല്ലറയിലേക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി കടന്നു ചെന്നു. കല്ലറ തുറന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്ന ഈശോയാ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ വലിയ സത്യമാ നിങ്ങളോട് പറയാനുള്ളത്. ഹല്ലേലൂയ. കൊളോസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3:11 പറയുന്നുണ്ട്, ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ പരിഷ്കൃതനെന്നോ സ്ഥിതിയാനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല, പിന്നെയോ യേശു ക്രിസ്തു എല്ലാമാണ്, എല്ലാവർക്കും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയവനോ ചെറിയവനോ, നീ ഏത് രാജ്യക്കാരനാണെന്നോ ഏത് ഭാഷക്കാരനാണെന്നോ എന്നൊന്നും നോട്ടമില്ല. മുഖം നോട്ടമില്ലാത്ത ദൈവമാ. നീ ഏത് ജാതിക്കാരനാണെന്നോ ഒന്നൊന്നുമില്ല. യേശു ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ വിളിപ്പുറത്തേക്ക് കടന്നു വരുന്ന നല്ലവനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എനിക്ക് കൊന്ത ചെല്ലാൻ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ വിമലാൻസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ മോളെ നേഴ്സറി കൊണ്ടുവിടുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, ദേവാലയത്തിൽ കൊണ്ടും ഈശോട് പ്രാർത്ഥിച്ചോ, ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ തരുമെന്ന്. അതെൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലോർത്തു, എൻ്റെ മോൾക്ക് എല്ലാത്തിനും
100% മാർക്കായിരിക്കണം എങ്കിലും ഞാൻ വിശ്വസിക്കാമെന്ന് അന്ന് തൊട്ട് മോളുടെ ജീവിതത്തിൽ പഠന മേഖല മോനുണ്ടായിട്ടില്ല. പഠന മേഖലയിൽ വലിയൊരു അഭിഷേകമാണ് നല്ലവനായി ദൈവം കൊടുത്തത്. അങ്ങനെ പഠിക്കാനുള്ള ഒരു ഉത്സാഹം കിട്ടി. അങ്ങനെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഒരു സിസ്റ്ററിനോട് ഒരു കൊന്ത ചോദിച്ചു, ഒരു കൊന്ത മാല തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണം തരാമെന്ന്. അങ്ങനെ ആ കൊന്തമാല വെച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ: സ്വർഗസ്നായ പിതാവ് ഈശോയെ എന്നും ചൊല്ലും, നന്മ നിറഞ്ഞ മറിയം മാതാവി എന്നും ചൊല്ലും. അങ്ങനെ ആ ഒരു കൊന്ത മുഴുവൻ ചൊല്ലിയിരുന്നു. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ കടന്നു ചെല്ലുമ്പോൾ, അവിടെ വൺ ഡേ പ്രോഗ്രാമിൽ കടന്നു ചെല്ലുമ്പോൾ ചേച്ചിമാർ ആദ്യത്തെ ഫസ്റ്റിലെ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്. അപ്പോൾ ചേച്ചിമാരവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ ആ മാതാവിൻ്റെ 700 വർഷത്തിലധികം പഴക്കമുള്ള ആ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ മാതാവിനോട് പറയും. അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. 2 വാക്ക് കൂട്ടിച്ചേർത്ത് പറയാനൊന്നും അറിയത്തില്ല. അങ്ങനെ മാതാവിൻ്റെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഇവർ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഇവർ ചെല്ലുന്ന ഈ ചേച്ചിമാർ ചെല്ലുന്ന പോലെ എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ മാതാവേ, അതുപോലെ ആ കൊന്ത ചെല്ലാനൊന്ന് എന്നെയും കൂടെ പഠിപ്പിക്കണമേ എൻ്റെ അമ്മേന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന് ഇങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചു. സഹോദരങ്ങളെ, ഇങ്ങനെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോയി സന്ധ്യ പ്രാർത്ഥനയിൽ എനിക്ക് ഇങ്ങനെ വരുക: അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു സ്വർഗസ്നായ പിതാവ് ചൊല്ലി, പിന്നെ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ആ 3 ജപങ്ങൾ ചൊല്ലി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തും ധ്യാനിക്കുക. ഇങ്ങനെ അത് ചൊല്ലിയിട്ട് ഒരു സ്വർഗസ്നായ പിതാവും 10 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി ആ കൊന്ത ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി അത് പൂർത്തിയാക്കാനുള്ള കൃപ തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാനായിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഈശോ അമ്മ പറഞ്ഞിട്ടാ, മകനേ ഇവർക്ക് വീഞ്ഞില്ല എന്ന്. അത് ഇന്നും അമ്മ നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജപമാല ചെല്ലാനായിട്ട് മാതാവ് പഠിപ്പിച്ചു. കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ദുഃഖവും മഹിമയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്, പിന്നീട് ആ പ്രകാശം ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അങ്ങനെ അമ്മയോട് അപേക്ഷിച്ചാൽ അമ്മ ഒരിക്കലും നമ്മളെ ഒരു കുടുംബങ്ങളെയും അമ്മ ഉപേക്ഷിക്കത്തില്ല. എല്ലാ കാര്യങ്ങളും നല്ല ക്രൈസ്തവ കുടുംബം, നല്ല മൂല്യമുള്ള കുടുംബങ്ങളാക്കി മാറ്റാം. ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിക്കുന്നേൽ ജോർജ് എച്ചിൻ്റെ താബോർ ധ്യാന കേന്ദ്രത്തിൽ ആ ജോർജ് എച്ചിൻ്റെ ടീമിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഫുൾ സമയവും ഇപ്പോൾ ദൈവത്തിനായിട്ട് ഞാനും ഭർത്താവും മക്കളും എല്ലാം ഞങ്ങൾ അതിനായിട്ട് സമർപ്പിച്ച് ആ മേഖലയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കൊരു നിമിഷം ഒന്ന് ഏറ്റു നിന്നുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ആ സൃഷ്ടാവിൻ്റെ മുൻപിൽ നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, യോർദാനിൽ ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഈ സമൂഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും സെഗിയോൻ രുട്ടുശാലയിൽ കൂടി പ്രാർത്ഥിച്ചപ്പോൾ തീനാവായിട്ട് ശിഷ്യഗണത്തിൻ്റെ മേൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ നിറയണമേ, തീനാവായിട്ട് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വെള്ളത്തിന് മീതെ ചലിച്ച ചൈതന്യമേ ഞങ്ങളെ ചലിപ്പിക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാവിൻ്റെ കൊടുങ്കാറ്റ് ഞങ്ങളുടെ മേല്, സമൂഹത്തിൻ്റെ മേല്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേല്, ഈ ആലയത്തിൻ്റെ മേല്, എല്ലാ ശുശ്രൂഷകളുടെ മേല്, ലോകരാജ്യം മുഴുവനിലേക്ക് കത്തി പടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാവിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞാഞ്ഞു വീശട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബെന്നി ബ്രദറിൻ്റെ മേല്, വൈദികരുടെ മേല്, തിരുസഭയുടെ മേല്, മാർപ്പാപ്പയുടെ മേല്, വൈദികരുടെ സിസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും മേല്, മാനവരാശി മുഴുവൻ്റെയും മേല് പറന്നിറങ്ങണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുങ്കാറ്റിനെ ശാന്തനാക്കി ഈശോയെ, ഹല്ലേലൂയ. വെള്ളത്തിന് മീതെ നടന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിച്ച ഈശോയെ, ഇന്നും ജീവിക്കുന്ന ഈശോയെ, ഹല്ലേലൂയ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച നല്ലവനായ ദൈവമേ, ഹല്ലേലൂയ.
അപ്പാ ആത്മീയ തീഷ്ണതയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. പുതിയ പ്രകാശിപ്പിക്കണമേ. യേശുവിന്റെ സാക്ഷികളാക്കി മാറ്റണമേ. അനേക ആത്മാക്കളെ നേടുവാൻ തക്ക വിധത്തില് ഹല്ലേലൂയ 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 ഞങ്ങളെ ഒരു കരുവാക്കി മാറ്റണമേ. ഹല്ലേലൂയ ദൈവത്തിന് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി ദൈവമേ വെളിപ്പെടുത്തി അങ്ങേ എടുത്ത് ഉപയോഗിക്കണമേ നാഥാ. ഹല 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 വിശുദ്ധനിലേക്ക് കൊടുത്ത അഭിഷേകം ഞങ്ങളിലേക്ക് നിറയട്ടെ. വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോ മക്കളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ. അനുഗ്രഹമാക്കി മാറ്റണമേ. അഭിഷേകമാക്കി മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഇടവകയ്ക്കും എല്ലാം ഞങ്ങളൊരു അനുഗ്രഹമാക്കി മാറ്റണമേ.